പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 25 ദിവസം പ്രായമുള്ള കുഞ്ഞിന്റെ കാലിൽ സൂചി തറച്ചു കയറിയ നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസെടുത്തു. പെരിങ്ങോം സ്വദേശിയായ കുഞ്ഞിന്റെ പിതാവിന്റെ പരാതിയിൽ പരിയാരം പോലീസാണ് കേസെടുത്തത്. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. കഴിഞ്ഞ മാസം 24-നായിരുന്നു കുട്ടിയുടെ അമ്മയുടെ പ്രസവം പരിയാരം മെഡിക്കൽ കോളേജിൽ നടന്നത്. കുഞ്ഞ് ജനിച്ച് 2-ാം ദിവസം കുത്തിവയ്പ്പെടുത്തിരുന്നു. അന്നു മുതൽ കുഞ്ഞ് നിർത്താതെ കരയുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ചെയ്തതായി മാതാപിതാക്കൾ പറയുന്നു. കുഞ്ഞിന് വാക്സിനേഷൻ എടുത്ത ഭാഗത്ത് കുരുപോലെ വന്ന് പഴുക്കാനും തുടങ്ങിയിരുന്നു. പിന്നീട് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിന്റെ തുടയിൽ നിന്നും 3 സെന്റിമീറ്റർ നീളമുള്ള സൂചി കഷ്ണം കണ്ടെത്തിയത്. അപ്പോഴേക്കും തുടയിൽ പഴുപ്പ് ബാധിച്ചു തുടങ്ങിയിരുന്നു. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പ്രതിരോധ കുത്തിവയ്പ്പെടുത്തപ്പോൾ വന്ന പിഴവാണെന്ന് കാട്ടി പെരിങ്ങോം സ്വദേശിയായ പിതാവ് ശ്രീജു മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. തുടർന്നാണ് കുഞ്ഞിനെ പരിശോധിച്ച ഡോക്ടർ, നഴ്സിംഗ് സ്റ്റാഫ് എന്നിവർക്കെതിരെ കേസെടുത്തത്. സംഭവത്തിൽ ആരോഗ്യവകുപ്പും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നവജാത ശിശുക്കളുടെ തുടയുടെ മുൻഭാഗത്ത് പ്രതിരോധ കുത്തിവയ്പ് എടുക്കില്ലെന്നും ഇത്രയും നീളമുള്ള സൂചി പ്രതിരോധ കുത്തിവയ്പ്പിന് ഉപയോഗിക്കാറില്ലെന്നുമാണ് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. ജനിച്ച് 2-ാം ദിവസം നൽകിയ കുത്തിവയ്പ്പിന് ശേഷമാണ് കുഞ്ഞിന് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും 2 തവണ പരിയാരം മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ടും കുറയാതിരുന്നതോടെയാണ് പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയതെന്നും കുഞ്ഞിന്റെ പിതാവ് പറയുന്നു. കഴിഞ്ഞ ഡിസംബർ 22-ാം തീയതി ഭാര്യയുടെ പ്രസവത്തിന് അഡ്മിറ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് 24-ാം തീയതി ഭാര്യ പ്രസവിച്ചു. പിറ്റേ ദിവസം ഇഞ്ചക്ഷൻ എടുത്തു, പിന്നെ വാക്സിൻ എടുത്ത് BCG, ഹെപ്പറ്റൈറ്റിസ് B എന്നീ വാക്സിൻ എടുത്തിട്ട് 25-ാം തീയതി വാക്സിൻ എടുത്തു. 26-ാം തീയതി ഡിസ്ചാർജ് ആയി വീട്ടിൽ പോയി. അപ്പോൾ പോണ സമയത്ത് അവർ പറഞ്ഞു വെച്ചാൽ ഇഞ്ചക്ഷൻ എടുത്ത സ്ഥലത്ത് പഴുപ്പ് വരാൻ സാധ്യതയുണ്ട്, നിങ്ങൾ പ്രശ്നമില്ല, ഒന്നും ചെയ്യേണ്ടതില്ല പറഞ്ഞാൽ പോയത്. പിന്നെ അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് കാണിക്കാൻ വന്ന സമയത്ത് നമ്മൾ അവിടെ വന്ന പഴുപ്പ് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഡോക്ടർ പറഞ്ഞാൽ അതിന് വലിയ ഇഞ്ചക്ഷൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പറഞ്ഞിട്ട് അതിനൊരു ആൻറ്റിബയോട്ടിക്കും തന്ന് പറഞ്ഞു വിട്ടതാണ്. അത് കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ട് കാണിക്കാൻ പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞ് കാണിച്ചു. എന്നിട്ടും വലിയ കുറവില്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പയ്യന്നൂരിലൊരു ഗവൺമെൻറ് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയിട്ട് അവിടുത്തെ ഡോക്ടർ ഈ പഴുപ്പ് കണ്ടിട്ട് ഒന്ന് ക്ലീൻ ആക്കുന്ന സമയത്താണ് അതിന് സൂചി കണ്ടെത്തിയത്. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇവിടെ പെരിയാർ സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ടിന് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. വാക്സിനേഷൻ സമയത്ത് അമ്മയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുപോയി വാക്സിനേഷൻ എടുത്ത ശേഷം കുഞ്ഞിനെ തിരിച്ചേൽപ്പിക്കുകയായിരുന്നു. ഡെപ്യൂട്ടി സൂപ്രണ്ട് ഉൾപ്പെട്ട 4-അംഗ സമിതിയാണ് അന്വേഷണം നടത്തിവരുന്നത്. വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ കർശന നടപടിയുണ്ടാകുമെന്നും ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.